നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മൂന്നാം പാദ വരുമാനവും ആഗോള പ്രവണതകളും ഈ ആഴ്ച ഓഹരി വിപണിയെ നയിക്കും. ഇന്ത്യ EU വ്യാപാര കരാറിൽ വിപണിക്ക് പ്രതീക്ഷ. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നു. ജനുവരിയിൽ 22,530 കോടി രൂപ ഓഹരികളിൽ നിന്നും പിൻവലിച്ചു. ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ വർധനവ്. ജനുവരി 9 അവസാനിച്ച ആഴ്ചയിൽ ശേഖരം $392 ബില്യൺ ഉയർന്ന് $687.2 ബില്യൺ അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ 7% വളർച്ച കൈവരിക്കുമെന്ന് പഠനം. ആഗോള അനിശ്ചിതതകൾക്കിടയിലും ഇന്ത്യ ആരോഗ്യകരമായി വളരുന്നുവെന്ന് കെയറെഡ്ജ്. ഇറാനിലെ ചബഹാർ തുറമുഖത്തു നിന്നും പിന്മാറില്ലെന്ന് ഇന്ത്യ. ചബഹാർ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് US-ഉമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. മൂന്നാം പാദ വരുമാനവും ആഗോള പ്രവണതകളും ഈ ആഴ്ച ഓഹരി വിപണിയെ നയിക്കും. ഇന്ത്യ EU വ്യാപാര കരാറിൽ വിപണിക്ക് പ്രതീക്ഷ. കോർപ്പറേറ്റുകളിൽ നിന്നുള്ള മൂന്നാം പാദ വരുമാനം, ആഗോള പ്രവണതകൾ, വിദേശ ഫണ്ടിന്റെ ഒഴുക്ക് എന്നിവ ഈ ആഴ്ച വിപണിയെ നയിക്കുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഭൗമരാഷ്ട്രീയ സംഭവവികാസങ്ങളും വ്യാപാര ചർച്ചകളെക്കുറിച്ചുള്ള വിവരങ്ങളും നിക്ഷേപകർ ശ്രദ്ധയോടെ നിരീക്ഷിക്കും. തുടക്കത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ പ്രധാന ഹെവി വെയ്റ്റുകളുടെ വരുമാനത്തോട് വിപണി പ്രതികരിക്കും. ഗ്യാസ് ഉൽപ്പാദനത്തിലും ഇടിവ് റീറ്റെയിൽ ബിസിനസ്സിലെ തളർച്ചയും കാരണം മൂന്നാം പാദത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 18,645 കോടി രൂപയുടെ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. ഇത് വിപണിയുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ല. ഡിസംബർ പാദത്തിൽ HDFC ബാങ്കിന്റെ ഏകീകൃത ലാഭം 12.17% ഉയർന്ന് 19,807 കോടി രൂപയായി. ICICI ബാങ്കിന്റെ ഈ പാദത്തിലെ ഏകീകൃത അറ്റാദായം 2.68% കുറഞ്ഞ് 12,537.98 കോടി രൂപയായി. ആഗോളതലത്തിൽ US വ്യാപാര ചർച്ചകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ഇന്ത്യൻ ഇറക്കുമതിക്ക് 50% താരിഫ് തുടരുന്നതും വിപണിയുടെ മുന്നേറ്റത്തിന് ഒരു തടസ്സമാണ്. എന്നിരുന്നാലും ഈ മാസം അവസാനം പൂർത്തിയാകുമെന്ന് കരുതുന്ന ഇന്ത്യ EU വ്യാപാര കരാറിൽ നിക്ഷേപകർക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യയും 27 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയൻ തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ബെൽ, LTI, മെൻട്രി, BNB, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, അദാനി എനർജി സൊല്യൂഷൻസ് എന്നിവയുടെ മൂന്നാം പാദ ഫലങ്ങൾ ഈ ആഴ്ച പുറത്തുവരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നു. ജനുവരിയിൽ 22,530 കോടി രൂപ ഓഹരികളിൽ നിന്നും പിൻവലിച്ചു. US ബോണ്ട് ആദായം വർദ്ധിപ്പിച്ചതും ഡോളർ ശക്തിപ്പെട്ടതും കാരണം ഈ മാസം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് 22,530 കോടി രൂപ പിൻവലിച്ചു. 2025 ഇന്ത്യൻ വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പിൻവലിച്ചത് 1.66 ലക്ഷം കോടി രൂപയാണ്. അസ്ഥിരമായ കറൻസി മൂല്യം, ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾ, US താരിഫുകളെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയാണ് ഈ പിൻവലിക്കലിന് കാരണമായത്. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ ഈ തുടർച്ചയായ വിൽപ്പനാ സമ്മർദ്ദം 2025 ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഏകദേശം 5% കുറയുന്നതിന് കാരണമായി. NSDLന്റെ കണക്കുകൾ പ്രകാരം ജനുവരി 1-നും 16-നും ഇടയിൽ ഇന്ത്യൻ ഓഹരികളിൽ നിന്ന് വിദേശ നിക്ഷേപകർ 22,530 കോടി രൂപയാണ് പിൻവലിച്ചത്. ആഗോള ആഭ്യന്തര ഘടകങ്ങളാണ് തുടർച്ചയായ പിൻവലിക്കലിന് കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. ആഭ്യന്തര രംഗത്ത് ഉയർന്ന മൂല്യനിർണ്ണയങ്ങളും വരുമാന സീസണിൽ നിന്നുള്ള സമ്മിശ്ര സൂചനകളും വിദേശ നിക്ഷേപകരെ ലാഭമെടുക്കുന്നതിലേക്ക് നയിച്ചു. 2025 രൂപയ്ക്കുണ്ടായ മൂല്യത്തകർച്ച വിപണിയെ ബാധിച്ചു. അടുത്തിടെ $1 90.44 രൂപ എന്ന നിലയിലേക്ക് മൂല്യം കുറഞ്ഞു. ഇത് വിദേശ നിക്ഷേപത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ വർധനവ്. ജനുവരി 9 അവസാനിച്ച ആഴ്ചയിൽ ശേഖരം $392 ബില്യൺ ഉയർന്ന് $687.2 ബില്യൺ ജനുവരി 9 അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $392 മില്യൺ വർദ്ധിച്ച് $687.193 മില്യൺ സ്വർണ്ണശേഖരത്തിലെ വർധനവും വിദേശ കറൻസി ആസ്തികൾ കുറഞ്ഞതുമാണ് ഇതിന് കാരണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിലെ ഏറ്റവും വലിയ ഘടകമായ ഇന്ത്യയുടെ വിദേശ കറൻസി ആസ്തികൾ $1.124 ബില്യൺ നിന്ന് കുറഞ്ഞ് $580.866 ബില്യൺ RBI ഡാറ്റ അനുസരിച്ച് സ്വർണ്ണ കരുതൽ ശേഖരം നിലവിൽ
$112.830 ബില്യൺ ഡോളറാണ്. മുൻ ആഴ്ചയേക്കാൾ $1.568 ബില്യൺ കൂടുതലാണിത്. ആഗോള അനിശ്ചിതത്വങ്ങളുടെ പശ്ചാത്തലത്തിൽ സമീപ മാസങ്ങളിൽ സുരക്ഷിത നിക്ഷേപ ആസ്തിയായ സ്വർണത്തിന്റെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട്. 2025 ഫോറക്സ് കിറ്റ് ഏകദേശം 56 ബില്യൺ വർദ്ധിച്ചതായി ഡാറ്റ സൂചിപ്പിക്കുന്നു. 2024 കരുതൽ ധനം $20 ബില്യൺ വർദ്ധിച്ചു. 2023 ഇന്ത്യ അതിന്റെ വിദേശ വിനിമയ കരുതൽ ശേഖരത്തിന്റെ ഏകദേശം $58 ബില്യൺ ചേർത്തു. 2022 ഇത് $71 ബില്യൺ സഞ്ചിത ഇടിവായിരുന്നു. വിദേശ വിനിമയ കരുതൽ ശേഖരം ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കോ മോണിറ്ററി അതോറിറ്റിയോ കൈവശം വച്ചിരിക്കുന്ന ആസ്തികളാണ്. പ്രധാനമായും $, പോലുള്ള കരുതൽ കറൻസികളിലാണ് ഇവ സൂക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ 7% വളർച്ച കൈവരിക്കുമെന്ന് പഠനം. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ആരോഗ്യകരമായി വളർന്നു വരുന്നുവെന്നും കെയർഎഡ്ജ്. ബാഹ്യ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും 2026-2027 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 7% ആരോഗ്യകരമായ വളർച്ച രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കെയർഎഡ്ജ് റേറ്റിംഗുകൾ പറഞ്ഞു. റേറ്റിംഗ് ഏജൻസിയുടെ അഭിപ്രായത്തിൽ നിയന്ത്രണ വിധേയമായ പണപ്പെരുപ്പം, കുറഞ്ഞ പലിശ നിരക്ക്, കുറഞ്ഞ നികുതിഭാരം തുടങ്ങിയ ഘടകങ്ങൾ വളർച്ചാ വേഗതയെ പിന്തുണയ്ക്കും. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ പ്രതിരോധശേഷി പ്രകടമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ആദ്യ എസ്റ്റിമേറ്റ് പ്രകാരം GDP വളർച്ച 7.4% കണക്കാക്കുന്നു. ആഗോള സാമ്പത്തിക സ്ഥിതി പ്രക്ഷുബ്ധമായിരുന്നിട്ടും ആഭ്യന്തര അടിസ്ഥാന കാര്യങ്ങൾ സ്ഥിരത പുലർത്തുന്നുവെന്ന് കെയർ എഡ്ജ് റിപ്പോർട്ടിൽ പറയുന്നു. 2025-2026 GDP വളർച്ച 7.3% RBI കണക്കാക്കുന്നു. പണപ്പെരുപ്പം വലിയ തോതിൽ നിയന്ത്രണത്തിലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. പലിശ നിരക്കുകൾ ന്യായമായി തുടരുന്നു. ബാങ്കിംഗ് മേഖല ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ശക്തമായ അവസ്ഥയിലാണ്. എങ്കിലും $നെതിരെയും മറ്റ് പ്രധാന കറൻസികൾക്കെതിരെയും ഇന്ത്യൻ രൂപയുടെ ദുർബലത ആശങ്കാജനകമായ ഒരു പ്രവണതയാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബ്രിട്ടീഷ് പൗണ്ടിനും യൂറോയ്ക്കുമെതിരെ രൂപയുടെ മൂല്യം 15%-ലധികം കുറഞ്ഞു. കെയർഎഡ്ജിന്റെ അഭിപ്രായത്തിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ 2025 ഏകദേശം $18 ബില്യൺ നിക്ഷേപം രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. മൂന്നാം പാത വരുമാനവും ആഗോള പ്രവണതകളും ഈ ആഴ്ച ഓഹരി വിപണിയെ നയിക്കും. ഇന്ത്യ-EU വ്യാപാര കരാറിൽ വിപണിക്ക് പ്രതീക്ഷ. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിയുന്നു. ജനുവരിയിൽ 22,530 കോടി രൂപ ഓഹരികളിൽ നിന്നും പിൻവലിച്ചു. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ വർധനവ്. ജനുവരി 9 അവസാനിച്ച ആഴ്ചയിൽ ശേഖരം $392 ബില്യൺ ഉയർന്ന് $687.2 ബില്യൺ അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യ 7% വളർച്ച കൈവരിക്കുമെന്ന് പഠനം. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ ആരോഗ്യകരമായി വളരുന്നുവെന്ന് കെയർഎഡ്ജ്. ഇറാനിലെ ചബഹാർ തുറമുഖത്തു നിന്നും പിന്മാറില്ലെന്ന് ഇന്ത്യ. ചബഹാർ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് US-ഉമായി ചർച്ചകൾ നടത്തി വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.